ഹായ് ഓൾ, വെൽക്കം ടു ASAP ലേണിംഗ്. 2025 കറണ്ട് അഫയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ 2026 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാസത്തിലെയും കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു കാണും. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുൻ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടിത്തരിക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ 2026 ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു ASAP ലേണിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ ആദ്യം കേരളത്തിലെ 2026 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് തിരുവിതാംകൂറിന്റെ ചരിത്രം. കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ അതിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു അധ്യായം തന്നെയാണ് തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഒരുപാട് സംഭാവനകൾ, അല്ലെ? ഇന്ന് കാണുന്ന PSC, KSRTC, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് കാണുന്ന സെക്രട്ടേറിയറ്റ്, അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ കേരളത്തിൽ ഒരു ഭരണ സംവിധാനം തന്നെ വരാൻ തന്നെ കാരണം എന്താണ്? ഈ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന് അതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോ ഈ തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് തിരുവിതാംകൂറിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ പദ്ധതിയായിട്ടുള്ള ഡിജിറ്റൽ മ്യൂസിയം. തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായിട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം വരുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി കേരള പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. കേരള ചരിത്രത്തിൽ ഒരു MLA ആദ്യമായിട്ട് ക്രിമിനൽ കേസിന്റെ ഭാഗമായിട്ട് MLA സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ആരാണത്? ആന്റണി രാജു ആണ്. ആരാണ്? ആന്റണി രാജു ആണ് ആ MLA എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു MLAക്ക് ക്രിമിനൽ കേസിൽ അതിൽ പെടുകയും അതിന്റെ ഭാഗമായിട്ട് MLA സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെയുള്ള MLA ആണ് ആന്റണി രാജു എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത്, എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലയാണ് കൽപ്പറ്റ എന്ന് പറയുന്നത്. കൽപ്പറ്റ ജുഡീഷ്യൽ, അതായത് നമ്മുടെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയാണ് എല്ലാ കോടതികളും. എല്ലാ കോടതി എന്ന് പറയുമ്പോൾ കോടതികൾക്ക് പല സ്ട്രക്ചർ ഉണ്ടല്ലേ? ഒരു എന്താ പറയാ, സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, ഇങ്ങനെ ഒരുപാട്. അതിന് ജില്ലാ കോടതിക്ക് താഴെയും ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട്, അല്ലെ? അപ്പോൾ എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലയാണ് കൽപ്പറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് കൽപ്പറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി സംസ്ഥാനത്തെ ആദ്യ വ്യവസായ പാർക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഇനിയുള്ള പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പാലക്കാട് ജില്ലയിലെ ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്താണ് സംസ്ഥാനത്തെ ആദ്യ വ്യവസായ പാർക്ക് വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ വ്യവസായ പാർക്ക് വരുന്ന സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ ലക്കിടി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തിടെ ഒരു PSC പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. റീസെന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആറളം കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. ആറളം, അല്ലെ? കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആറളം വന്യജീവി സങ്കേതം ഇനി എന്താണ് അറിയപ്പെടുന്നത്? ആറളം ചിത്രശലഭ സങ്കേതം എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കേരളത്തിന് ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അത് ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആറളം ചിത്രശലഭ സങ്കേതം എന്നും അറിയപ്പെടും. ഓൾറെഡി വന്യജീവി സങ്കേതമാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ഇനി മുതൽ എന്താണ്? ആറളം ചിത്രശലഭ സങ്കേതം എന്നും അറിയപ്പെടും.
ഇനി കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? ബ്രഹ്മപുരമാണ് കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? അത് എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് അടുത്ത പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രാജ്യത്ത് ഒരു സംസ്ഥാനം സ്വന്തമായിട്ട് ബാക്ടീരിയയെ പ്രഖ്യാപിക്കുകയാണ്. ആ സംസ്ഥാനത്തിന്റെ സ്വന്തം ബാക്ടീരിയ എന്ന് പറയുന്ന പേരിൽ ആ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. രാജ്യത്ത് ഒരു സംസ്ഥാനം എന്താണ്? സ്വന്തമായിട്ട് ഒരു ബാക്ടീരിയ പ്രഖ്യാപിക്കുകയാണ്. അത്തരം ബാക്ടീരിയ പ്രഖ്യാപിച്ചിട്ടുള്ള സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് പുറമെ കൃഷിയിലും വ്യവസായത്തിലുമൊക്കെ സൂക്ഷ്മാണുക്കൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് കേരളത്തിന്റെ സ്വന്തം ബാക്ടീരിയ പ്രഖ്യാപിക്കുക വഴിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വരുന്ന ഏത് ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, 10ാം ക്ലാസ് ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഈ പരീക്ഷയിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഏത് സംസ്ഥാനമാണ് സ്വന്തമായി ബാക്ടീരിയയെ പ്രഖ്യാപിക്കുന്നത്? ഏത് സംസ്ഥാനമാണ്? കേരള സംസ്ഥാനമാണ് എന്ത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് ബാക്ടീരിയയെ പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിളകൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡാണ് കെ ഇനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ അടുത്ത PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ PSC ആണ് കേരള PSC എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്? അതെന്താണ്? അതാണ് പറയുന്നത്, വലിയ ഡാറ്റകൾ സുതാര്യമായും സുരക്ഷിതമായും സൂക്ഷിക്കാനും പരിപാലിക്കാനും കഴിയുന്ന സംവിധാനമാണ് ബ്ലോക്ക് ചെയിൻ. അപ്പൊ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പല രഹസ്യ വിവരങ്ങളൊക്കെ അതെന്താണ്? അത് സുതാര്യമാവണം, അതുപോലെ സുരക്ഷിതമാവണം. ഓക്കെ ആണല്ലോ. രഹസ്യങ്ങൾ സുതാര്യമാണെന്നല്ല ഉദ്ദേശിച്ചത്. നടപടിക്രമങ്ങൾ, PSCയുടെ നടപടിക്രമങ്ങൾ എന്താണ്? സുതാര്യമാവണം, സുരക്ഷിതമായും സൂക്ഷിക്കാനും പരിപാലിക്കാനും കഴിയുന്ന സംവിധാനമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ PSC ആണ് കേരള PSC. നമ്മുടെ കേരള PSCയുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂർ ജില്ലയിലാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത്. അതിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് കണ്ണൂർ ജില്ലയാണ് അല്ലെ. അപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് കോഴിക്കോട്, പാലക്കാട് ജില്ലകളൊക്കെ ആയിരുന്നു ഈ ഒരു കലോത്സവത്തിലെ ആ ഒരു ആധിപത്യം പുലർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു ആധിപത്യം ആ ജില്ലകൾക്ക് നഷ്ടപ്പെടുകയാണ്. പുതിയെന്നല്ല, ഈ വർഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം എന്താണ് കണ്ണൂര് വിജയിയായിട്ട് മാറുവാണ്. സോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ചൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ചൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തവണത്തെ കലോത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആദ്യമായിട്ട് ഒരു കുട്ടി വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുകയാണ്. ഓക്കെ, പല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു കുട്ടി എന്താണ് വീഡിയോ കോൺഫറൻസ് വഴി മത്സരിക്കുകയാണ്. ആ കുട്ടിയുടെ പേരാണ് സിയ ഫാത്തിമ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ചോദ്യമായിട്ട് മാറാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ കേരളത്തില് രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ജനുവരി 4 എന്ന് പറയുന്നത്. ഓക്കെ, ജനുവരി 4 കേരളത്തിൽ എന്താണ് രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ നേരത്തെ കേരളത്തില് ഒരു ബാക്ടീരിയ, സ്വന്തമായിട്ടൊരു ബാക്ടീരിയയെ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ഒരു സംസ്ഥാന സൂക്ഷ്മാണുവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ആണ്
കേരളം എന്ന് പറയുന്നത് ആ ഒരു സൂക്ഷ്മാണുവിന്റെ പേരാണ് ബാസിലസ് സബ്റ്റിലസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു, രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം സ്വന്തമായിട്ടൊരു ബാക്ടീരിയ അഥവാ ഒരു സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുകയാണ്. ആ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. എന്നാൽ ആ സൂക്ഷ്മാണുവിന്റെ പേരാണ് ബാസിലസ് സബ്റ്റിലസ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്റ്റിലിസ്, ബാറ്റിലസ് സബ്റ്റിലിസ്. മണ്ണിലും ജലത്തിലും ഭക്ഷണ പദാർത്ഥങ്ങളിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടലിലും ഇത് കാണപ്പെടുന്ന ഗവേഷണ രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു ബാക്ടീരിയയാണിത്. ഈ പറയുന്ന ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയയുടെ പേര് പഠിച്ചിരിക്കണം കേട്ടോ. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദ്യമായിട്ടോ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിനെ സാധാരണയായി ഹേ ബസിലിസ് അല്ലെങ്കിൽ ഗ്രാസ് ബസിലിസ് എന്ന് വിളിക്കാറുണ്ട്. 1835 ക്രിസ്ത്യൻ ഗോട്ട്ഫ്രൈഡ് എറൻബർഗ് ആണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിരിക്കണം, കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് കേരളത്തിന്റെ സ്വന്തം സൂക്ഷ്മാണുവായിട്ട് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പേരെന്താണ്? ബാസിലസ് സബ്റ്റിലിസ് എന്നാണ്. ഇത് പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സ്റ്റേറ്റ് ആണ് കേരളം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വളരെ ഉറപ്പാണടാ, എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ആണ്. കൃത്യമായിട്ട് തന്നെ ഇത് എഴുതി പഠിക്കണം. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിമിന്റെ പേരാണ് തെക്ക് ഐലൻഡ് എന്ന് പറയുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ച്വൽ ആയ കാര്യമാണ്. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിമിന്റെ പേരാണ് തെക്ക് ഐലൻഡ് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിമിന്റെ പേരെന്താണ്? തെക്ക് ഐലൻഡ് എന്നാണ്. അതുപോലെ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടിന്റെ പേരാണ് തസ്രാക്ക് എന്ന് പറയുന്നത്. പുതിയ മലയാളം ഫോണ്ടിന്റെ പേരെന്താണ്? തസ്രാക്ക് എന്നാണ് കേട്ടോ. അപ്പോ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടിന്റെ പേരാണ് തസ്രാക്ക് എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സമഗ്ര നഗര നയം, നഗരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പോളിസി, അത് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സ്റ്റേറ്റ് ആണ് കേരളം. അതുപോലെ സമഗ്ര നഗര നയം, കോംപ്രിഹെൻസീവ് അർബൻ പോളിസി പ്രഖ്യാപിക്കുന്ന, അത് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് ആര് മാറുകയാണ്? കേരളം മാറുകയാണ്. ഓക്കെ, അടുത്തത് കേരള ബജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കേരള ബജറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് 2 മണിക്കൂർ 52 മിനിറ്റ് നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റ്. ഇപ്പൊ 2026 കേരള ബജറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നു. ഓക്കെ, ഏറ്റവും ദൈർഘ്യമേറിയ കേരള ബജറ്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള 4ാമത്തെ ബജറ്റ് കേട്ടോ. 4ാമത്തെ ബജറ്റാണ് ഈ കേരള ധനകാര്യമന്ത്രിയായുള്ള KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. കേരള ചരിത്രത്തിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റാണ് KN ബാലഗോപാലിന്റെ 6ാമത്തെ ബജറ്റ്. ഓക്കെ, KN ബാലഗോപാലിന്റെ 6ാമത്തെ ബജറ്റാണ് 2026 പ്രഖ്യാപിച്ചത്. ഓക്കെ, കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസമാണ് കടലാക്രമണം. കേരളത്തിന്റെ പ്രധാനപ്പെട്ട കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്ത് വരുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു 10% തീരപ്രദേശമാണ് അല്ലെ. സോ ഈ തീരപ്രദേശ് അവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കടലാക്രമണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് കേരളം എന്താണ്? ഒരു സവിശേഷ ദുരന്തമായിട്ട്, സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കടലാക്രമണം. അതുപോലെ വന്യജീവി സംഘർഷമെല്ലാം കേരളം എന്താണ്? സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് മുമ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ആനം, അതുപോലെ പുലി, ഇങ്ങനെയുള്ള ആക്രമണമൊക്കെ ഉണ്ടാവല്ലോ. വന്യജീവി സംഘർഷണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം, അതെന്താണ്?
മുൻപേ ഒരു സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രകൃതി പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത് കടലാക്രമണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മളിനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. അപ്പോ രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ റൂട്ട് എവിടെയാണ്? കൊൽക്കത്ത ഗുവാഹത്തിയാണ്. കൊൽക്കത്തയും അസമിലെ ഗുവാഹത്തിയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വന്ദേ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന ട്രെയിനാണ് വന്ദേ ഭാരത് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അതിന്റെ സ്ലീപ്പർ ട്രെയിൻ രാജ്യത്ത് ആദ്യമായിട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് എവിടെയാണ്? കൊൽക്കത്ത ഗുവാഹത്തി ഈ ഏരിയയിലാണ് ആദ്യമായിട്ട് ഇതിന്റെ ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ടാണ് കൊൽക്കത്ത ഗുവാഹത്തി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ക്രോപ്സ് ഭക്ഷ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. അരി ഉൽപാദനത്തില് ലോകത്ത് 1ാം സ്ഥാനത്ത് ചൈനയായിരുന്നു ഇതുവരെ. അപ്പോൾ ആ ചൈനയെ പിന്തള്ളിയിട്ട് ആര് മുന്നിലെത്തിയിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യ മുന്നിലെത്തിയിട്ടുണ്ട്. ലോകത്തെ മൊത്തം അരി ഉൽപാദനത്തിന്റെ 28% ഇന്ത്യയിലാണ് നടക്കുന്നത്. ലോകത്തെ മൊത്തം അരി കയറ്റുമതിയുടെ 40% ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും കാലം മനസ്സിലാക്കുക, അരി ഉൽപാദനത്തില് ചൈനയായിരുന്നു മുൻപില്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം അരി ഉൽപാദനത്തില് ലോകത്ത് 1ാം സ്ഥാനത്താണ് ഇന്ത്യ. ലോകത്തിലെ മൊത്തം അരി ഉൽപാദനത്തിന്റെ ഏകദേശം 28% ഇന്ത്യയിലാണ്. ഇനി കയറ്റുമതി എടുക്കുകയാണെങ്കിൽ 40%, ഏകദേശം 0.5% ആവാറായി അല്ലെ, 50% ആവാറായി. അത്രത്തോളം കയറ്റുമതി അരി എന്താണ് ഇന്ത്യയിൽ നിന്ന് മറ്റു ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി DDR നിലവിൽ വന്ന സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ സ്റ്റേറ്റുകളെ കുറിച്ചുള്ള ഫാക്ച്വൽ ആയ കാര്യങ്ങളാണ്. നമ്മൾ ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞു, AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മുടെ രാജ്യത്തിലെ ഒരു പൗരന്റെ ഒരു ഐഡന്റിറ്റിയാണ് ആധാർ എന്ന് പറയുന്നത്. ആധാറിന് പുതിയ ഭാഗ്യചിഹ്നം വരികയാണ്. പേരെന്താണ്? ഉദയ് എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. ആധാറിന്റെ പുതിയ ചിഹ്നത്തിന്റെ പേരാണ് ഉദയ്. UIDAI എന്ന വാക്കുമായി ചേർന്നു വരുന്ന ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത്. പേരിട്ടത് പുനെ സ്വദേശിയായ റിയ ജെയിൻ ആണ്. ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത് മലയാളി ആയതുകൊണ്ട് അറിഞ്ഞിരിക്കണം, അരുൺ ഗോകുലാണ്. അപ്പോ ഈ ചിഹ്നം ഡിസൈൻ ചെയ്തത് അരുൺ ഗോകുൽ എന്ന് പറയുന്ന മലയാളിയാണ്. എന്നാൽ ഈ ഭാഗ്യചിഹ്നത്തിന് പേരിട്ടത് ഉദയ് എന്ന് പറയുന്ന പേരിട്ടത് ആരാണ്? റിയ ജെയിൻ എന്ന് പറയുന്ന പൂനെ സ്വദേശിയാണ്. അപ്പോ ഈ ഡിസൈൻ ചെയ്ത വ്യക്തി ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഒരു കേരളീയനാണ്, ഒരു മലയാളിയാണ്. അപ്പോ ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്താണ്? ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന്റെ പേര് വരുന്നത്. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ് സ്വദേശിനിയായിട്ടുള്ള ചോൻസിൻ ആങ്മോ എന്ന് പറയുന്ന വനിതയുണ്ട്. അവർ റീസെന്റ് ആയിട്ട് ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ചരിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ്, എൽബ്രസ്, കിളിമഞ്ചരോ. എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. എൽബ്രസ് യൂറോപ്പിലെയാണ്. കിളിമഞ്ചരോ എന്നിവ കീഴടക്കുന്ന ലോകത്തിലെ ഏക കാഴ്ച പരിമിതിയുള്ള വനിത എന്ന അപൂർവ നേട്ടമാണ് ഹിമാചൽ സ്വദേശിനി സ്വന്തമാക്കിയത്. അപ്പോൾ ഹിമാചൽ പ്രദേശ് സ്വദേശിനിയാണ് ചോൻസിൻ ആങ്മോ എന്ന് പറയുന്നത്. അവര് പ്രധാനപ്പെട്ട 3 കൊടുമുടികൾ എവറസ്റ്റ്, എൽബ്രസ്, കിളിമഞ്ചരോ, ഈ 3 പ്രധാനപ്പെട്ട പീക്കുകൾ കീഴടക്കുന്ന ഏക കാഴ്ച പരിമിതിയുള്ള വനിത എന്ന് പറയുന്ന അപൂർവ നേട്ടമാണ് ഹിമാചൽ പ്രദേശ് സ്വദേശിനി സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ,
ഇനി ചരിത്രത്തിൽ ആദ്യമായിട്ട് കന്റോൺമെന്റ് മേഖലയ്ക്ക് പുറത്തുവെച്ച് ഇന്ത്യയുടെ 78ാമത് ആർമി ഡേ പരേഡ് നടന്ന നഗരം ഏതാണ്? ജയ്പൂരാണ്. ഓരോ ആർമി കന്റോൺമെന്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഏഴിമല, കണ്ണൂർ ജില്ലയിലെ ഏഴിമലയാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് കന്റോൺമെന്റ് മേഖലയ്ക്ക് പുറത്ത് ഇന്ത്യയുടെ 78ാമത് ആർമി ഡേ പരേഡ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ നഗരമാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു ഇത്തവണ ആഘോഷിച്ചത്. അപ്പോൾ അതിലെ മുഖ്യ അതിഥികളായിരുന്നു യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടുള്ള ഉർസുല വോണ്ടർ ലൈനും അന്റോണിയോ കോസ്റ്റ. അന്റോണിയോ കോസ്റ്റ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷനാണ്. അപ്പോൾ നമ്മുടെ രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷം 2026 ആഘോഷിച്ചു. അപ്പൊ എല്ലാ വർഷവും ഓരോ രാജ്യ തലവന്മാർ അല്ലെങ്കിൽ ഓരോ സംഘടനകളുടെ പ്രതിനിധികൾ അവരെ ഗസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ക്ഷണിക്കാറുണ്ട്. സോ ഇത്തവണത്തെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്, ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥികളായിരുന്നു അന്റോണിയോ കോസ്റ്റ. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ് അന്റോണിയോ കോസ്റ്റ എന്ന് പറയുന്നത്. ഉർസുല വോണ്ടർ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷയാണ് ഉർസുല വോണ്ടർ ലൈൻ എന്ന് പറയുന്നത്. ഇനി 10 മാസം നീളുന്ന ഉലക സഞ്ചാരത്തിനായി ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലാണ് INS സുദർശിനി എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച കൊച്ചി തീരത്ത് നിന്ന് യാത്രയാകും. ലോകയാൻ 2026 എന്നാണ് ഈ ഒരു യാത്രയുടെ പേര്. ഓക്കെ, 265 ട്രെയിനി ഓഫീസർമാരാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ 10 മാസം നീളുന്ന ഉലക സഞ്ചാരത്തിനായിട്ട് ലോകയാൻ 2026 എന്ന് പറയുന്ന ഒരു സഞ്ചാരമുണ്ട്. ഓക്കെ, മഹാസമുദ്രങ്ങൾ പിന്നിട്ടുള്ള ഒരു സഞ്ചാരമാണ്. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്ന പായ്ക്കപ്പലാണ് INS സുദർശിനി എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ലോകയാൻ 2026 എന്ന് പറയുന്ന മഹാസമുദ്രങ്ങൾ പിന്നിട്ടുകൊണ്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഒരു ഉലക സഞ്ചാരം, അതിന്റെ പേരെന്താണ്? ലോകയാൻ 2026 എന്നാണ്. അപ്പോ അതിനുപയോഗിക്കുന്ന പായ്ക്കപ്പലിന്റെ പേരാണ് INS സുദർശിനി എന്നാണ് ആ പായ്ക്കപ്പലിന്റെ പേര്. ഓക്കെ ആണല്ലോ. ഇനി തമിഴ്നാട് ഒരു പുതിയ പുരസ്കാരം ഏർപ്പെടുത്തുകയാണ്. നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഓരോ ഭാഷയിലും നൽകാറുണ്ട്. അപ്പൊ അതിന്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായി സെൻമൊഴി ഉലക്കിയ വിരുദു, അതായത് ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം എന്നാണ് സെൻമൊഴി ഇലക്കിയ വിരുദു എന്ന് പറയുന്ന പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ മികച്ച കൃതികൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകാറുണ്ട്. സോ അതിന്റെ മാതൃകയിലാണ് ഹിന്ദി ഇതര ഭാഷകൾക്കായിട്ട്, ഹിന്ദി അല്ലാത്ത മറ്റു ഭാഷകൾക്കായിട്ട് സെൻമൊഴി ഇലക്കിയ വിരുദു, അല്ലെങ്കിൽ അതിന്റെ അർത്ഥമാണ് ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. അത് പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ആണ് തമിഴ്നാട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായി സംഗീതം ചിട്ടപ്പെടുത്തിയതാണ് MM കീരവാണി എന്ന് പറയുന്നത്. ഓസ്കാർ ജേതാവാണ്. ഓക്കെ, MM കീരവാണി എന്ന് പറയുന്നത് ഓസ്കാർ ജേതാവാണ് അല്ലെ. നാട്ടു നാട്ടു എന്ന് പറയുന്ന സോങ്ങിന് ഓസ്കാർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. സോ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമാക്കിയിട്ട് 2026 77ാമത് റിപ്പബ്ലിക് ഡേയുടെ പരേഡിനായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് MM കീരവാണി എന്ന് പറയുന്നത്. MM കീരവാണി എന്ന് പറയുന്നത്. ഓക്കെ, ഈ വർഷത്തെ പരേഡിന്റെ പ്രധാന പ്രമേയം വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നാണ്. ഇതൊക്കെ ബേസ് ചെയ്ത ചോദ്യങ്ങൾ വരാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഉർസുല വോണ്ടർ ലൈനും അന്റോണിയോ കോസ്റ്റയുമാണ് ഗസ്റ്റുകളെന്നും. അതുപോലെ തന്നെ 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പരേഡിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് ആരാണ്? MM കീരവാണിയാണ്. പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നാണ് പ്രമേയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നാണ് പ്രമേയം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്തത് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം, ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ലഭിച്ച വ്യക്തിയാണ് ഗ്രാസ മാഷൽ മൊസാംബിക്. ഓക്കെ, അവരെന്താണ്? മനുഷ്യാവകാശ പ്രവർത്തകയാണ്. സോ 2025
ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഗ്രാസ മാർഷൽ മൊസാംബിക് എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്താണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ആരെന്ന് പറയുന്നത് ഗ്രാസ മാർഷൽ എന്ന് പറയുന്നതാണ്. മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രാസ മാർഷൽ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരെന്താണ്? ഗ്രന്ഥ കുടീർ എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധീനതയിൽ മെനോപോസ് അഥവാ ആർത്തവ വിരാമ ക്ലിനിക്കുകൾ ആരംഭിച്ച സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. നമ്മൾ ഗുജറാത്തിന്റെ പ്രത്യേകത പറഞ്ഞിരുന്നു, AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ നമ്മുടെ മധ്യപ്രദേശിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ അധീനതയിൽ മെനോപോസ് അഥവാ ആർത്തവ വിരാമ ക്ലിനിക്കുകൾ ആരംഭിച്ച സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേരാണ് പഞ്ചം. ഈ പഞ്ചത്തിന്റെ ഫുൾ ഫോം ആണ് പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട് എന്നാണ് ഈ പഞ്ചം എന്ന് പറയുന്ന ചാറ്റ് ബോട്ടിന്റെ പേര്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം, നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് VBG റാംജി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. വികസിത ഭാരതി ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് VBG റാംജിയുടെ ഫുൾ ഫോം. സോ അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്താണ്, കഴിഞ്ഞ മാസത്തെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചിട്ട് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് കർണാടക സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോ കർണാടക സ്റ്റേറ്റ് എന്താണ്, ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് അത് VBG റാംജി എന്ന് മാറ്റിയത് കൊണ്ട്, അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് കർണാടക സ്റ്റേറ്റ് എന്നൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഗസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നായിരുന്നു പ്രമേയം. അതുപോലെ MM കീരവാണിയാണ് ആ ഒരു പരേഡിന് സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ടാബ്ലോ പ്രദർശനം ഉണ്ടാവും. എല്ലാ വർഷവും ഈ റിപ്പബ്ലിക് ദിനത്തിന് ടാബ്ലോ പ്രദർശനം ഉണ്ടാവും. സോ അതിന്റെ തീം എന്തായിരുന്നു? സ്വതന്ത്രത കാ മന്ത്രം വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്രം ആത്മനിർഭർ ഭാരത് എന്നായിരുന്നു. ആ തീമിന് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ആ ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വിവിധ സ്റ്റേറ്റുകളാണെങ്കിലും യൂണിയൻ ടെറിട്ടറികളാണെങ്കിലും എന്ത് അവതരിപ്പിക്കേണ്ടത്? ടാബ്ലോ പ്രദർശനം അവതരിപ്പിക്കേണ്ടത്. സ്വതന്ത്രത കാ മന്ത്രം വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്രം ആത്മനിർഭർ ഭാരത്, ഈ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ടാബ്ലോ നിർമ്മിക്കേണ്ടത്. സോ ആ ടാബ്ലോ പ്രദർശനത്തിൽ ആദ്യ സ്ഥാനത്ത് എത്തിയിട്ടുള്ള സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആദ്യ സ്ഥാനത്ത് എത്തിയിട്ടുള്ള സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. സെക്കൻഡ് ആണെങ്കിൽ ജമ്മു കാശ്മീർ ആണ്. മൂന്നാം സ്ഥാനത്ത് കേരളമാണ്. അപ്പൊ കേരളത്തിന്റെ സ്ഥാനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 ആണ്. ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയാണ് ടാബ്ലോ പ്രദർശനത്തില്. രണ്ടാം സ്ഥാനം ജമ്മു കാശ്മീർ ആണ്. മൂന്നാം സ്ഥാനം കേരളത്തിനാണ്. കേരളത്തിന്റെ പ്രമേയം എന്തായിരുന്നടാ? വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും. ആ പ്രമേയത്തിൽ ഊന്നിയാണ് കേരളം എന്താ അവതരിപ്പിച്ചത്? ടാബ്ലോ പ്രദർശനത്തിൽ പങ്കെടുത്തത്. ഓക്കെ ആണല്ലോ. അപ്പോ ഈ ടാബ്ലോയുടെ തീം നിങ്ങൾ പഠിക്കണം എന്നില്ല. പക്ഷെ കേരളത്തിന്റെ സ്ഥാനം 3ാം സ്ഥാനമാണെന്നും അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രമേയത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. അത് ചോദ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ 131 പേർക്കാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ നിന്ന് 8 പേർക്ക് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 3 പത്മ വിഭൂഷൺ, 2 പത്മഭൂഷൺ, അതുപോലെ
3 പത്മശ്രീ ഇങ്ങനെയായിരുന്നു കേട്ടോ. 3 പത്മവിഭൂഷൺ, 2 പത്മഭൂഷൺ, 3 പത്മശ്രീ, ഇങ്ങനെ ടോട്ടൽ 8 പേർക്കാണ് പത്മ പുരസ്കാരം കേരളത്തിൽ നിന്ന് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. 131 പേർക്കാണ് ടോട്ടലി പത്മ പുരസ്കാരങ്ങൾ 2026 പ്രഖ്യാപിച്ചത്. അപ്പൊ നമുക്ക് പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെ നോക്കാം. ഒന്ന് മരണാനന്തര ബഹുമതിയായിട്ട് VS അച്യുതാനന്ദൻ ലഭിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം അത് നിരസിച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റിസ് KT തോമസ് ആണ്. പിന്നെ സാഹിത്യകാരൻ P നാരായണൻ. ഈ 3 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ. ടോട്ടൽ 5 പേർക്ക് പത്മവിഭൂഷൺ ടോട്ടലി ലഭിച്ചിട്ടുണ്ട്. അതിൽ 3 പേര് മലയാളികളാണ്. ടോട്ടൽ 5 പേർക്ക് പത്മവിഭൂഷൺ 2026 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 3 മലയാളികളാണ്. VS, KT തോമസ്, P നാരായണൻ. അതുപോലെ തന്നെ മറ്റ് 2 പേരാണ് വയലിനിസ്റ്റ് N രാജം എന്ന് പറയുന്നത്, അതുപോലെ നടൻ ധർമ്മേന്ദ്ര. ഇങ്ങനെ 2 പേർ കൂടെ. ഓക്കെ, N രാജം, നടൻ ധർമ്മേന്ദ്ര, ഇങ്ങനെ 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി പത്മഭൂഷൺ ലഭിച്ച വ്യക്തികളാണ് ഒന്ന് ചലച്ചിത്ര നടനായിട്ടുള്ള മമ്മൂട്ടി, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ. ഇങ്ങനെ 2 വ്യക്തികൾക്കാണ് പത്മഭൂഷൺ കേരളത്തിൽ നിന്ന് ലഭിച്ചത്. ഇനി പത്മശ്രീ ലഭിച്ച ആളുകളാണ് ശാസ്ത്ര മേഖലയിൽ നിന്ന് ME മുത്തുനായകം, നൃത്തരംഗത്തെ സംഭാവനകൾക്ക് കലാമണ്ഡലം വിമലാമേനോൻ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലക്കയിൽ G ദേവകി അമ്മ. ഇത്രയും പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കലാമണ്ഡലം വിമലാമേനോൻ, ME മുത്തുനായകം, ഈ ഒരു മേഖല കൂടെ അറിഞ്ഞിരിക്കണം, അത് ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ശാസ്ത്ര മേഖലയിൽ ME മുത്തുനായകം, പിന്നെന്താണ് സാമൂഹ്യ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആർക്കാണ് G ദേവകി അമ്മ. ഇങ്ങനെ 3 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം 2026 ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി പത്മ പുരസ്കാരം ലഭിച്ച കായിക താരങ്ങളാണ്. പത്മഭൂഷൺ ലഭിച്ച കായിക താരമാണ് വിജയ് അമൃത രാജ് എന്ന് പറയുന്നത്, ടെന്നീസ് താരമാണ്. ഇനി പത്മശ്രീ ആണെങ്കിൽ ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ, ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹർമൻപ്രീത് കൗർ, സവിത പൂനിയ, ബൽദേവ് സിംഗ്, പ്രവീൺ കുമാർ, ഭഗവൻ ദാസ്, അതുപോലെ തന്നെ K പളനിവേൽ, ആയോധന കലയിൽ ജോർജിയൻ കാരനായ ഗുസ്തി പരിശീലകൻ വിലാദിർ മെസ്റ്റ് വിർഷ്വലി. ഓക്കെ, മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മശ്രീ പുരസ്കാരം നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം പഠിക്കണം എന്നില്ല. പത്മഭൂഷൺ ലഭിച്ച കായിക താരമാണ് വിജയ് അമൃത രാജ് എന്ന് പറയുന്നത്, ടെന്നീസ് താരമാണ്. പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പൂനിയ, ബൽദേവ് സിംഗ്, പ്രവീൺ കുമാർ, ഭഗവൻ ദാസ്, K പളനിവേല്, അതുപോലെ ജോർജിയൻകാരനായ ഗുസ്തി പരിശീലകൻ വിലാദിർ മെസ്റ്റ് വിർഷ്വലിക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ അവരുടെ മേഖല കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളത് നോക്കിയിരിക്കുക. ചിലപ്പോൾ അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, അത്തരം രീതിയിൽ ചോദ്യം ഫോർമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കേരള PSL ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കേരളം, ഇന്ത്യ ഈ 2 മേഖലകളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി വേൾഡ്, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇങ്ങനെ പ്രധാനപ്പെട്ട മറ്റു പല മേഖലകളിലെ കറണ്ട് അഫയേഴ്സ് കൂടെ പഠിക്കും. അപ്പോൾ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും, കാരണം അത്രയും പോയിന്റ്സ് നമുക്ക് പറയാനുണ്ട്. കാരണം പത്മ പുരസ്കാരങ്ങളെ കുറിച്ച് പറയാനുണ്ട്, പിന്നെ ഒരുപാട് പോയിന്റ്സ് പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയിട്ട് മാറിയത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്പോർട്സ്, വേൾഡ്, ഹോസ്റ്റ്, അപ്പോയിന്റ്മെന്റ്സ്, ലിറ്ററേച്ചർ അവാർഡ്സ്, ഫിലിം റിലേറ്റഡ് ന്യൂസസ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് ആദ്യ പാർട്ട് മാത്രമാണ്, ഇനിയും പാർട്ടുകൾ വരും. ചാനലിൽ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.